ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മുടെ ഫെയർവെൽ ദിവസമാണ്. നമ്മുടെ ഫസ്റ്റ് 10th ബാച്ചിൻ്റെ ഫെയർവെല്ലാണ് ഇന്ന്. അപ്പോൾ അതിൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ബലൂൺസൊക്കെ ഇങ്ങനെ വീർപ്പിച്ചിട്ടിട്ടുണ്ട്. കുറച്ച് നമ്മൾ ബോർഡിലും അതുപോലെ തന്നെ ഡോറിലൊക്കെ ആയിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഡെക്കറേഷനൊക്കെ അവിടെ നടക്കുകയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ടീച്ചേഴ്സ് നമ്മുടെ KG ക്ലാസ്സിൽ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ നിൽപ്പുണ്ടേ. അങ്ങനെ അവിടെയും ഇവിടെയും രണ്ടിടങ്ങളിലായിട്ട് ഇതുപോലെ ഡെക്കറേഷനും മറ്റു കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഡെക്കറേഷനും പരിപാടികളൊന്നും നമ്മുടെ 10ാം ക്ലാസ്സിലെ കുട്ടികൾ കണ്ടിട്ടില്ല. അവർക്ക് സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ മാറ്റി നിർത്തിയിട്ടാണ് നമ്മൾ ഡെക്കറേറ്റൊക്കെ ചെയ്തത്. അപ്പം അവർ എത്തി. രണ്ടുപേരും അപ്പുറവും ഇപ്പുറവും നിന്നിട്ട് അത് പൊട്ടിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ അത് നടന്നില്ല കേട്ടോ. പിന്നെ എങ്ങനെയൊക്കെ പൊട്ടിച്ച് അവരുടെ തലയിൽ കൂടെയൊക്കെ ഇട്ടു. അങ്ങനെ അവരെ സ്വാഗതം ചെയ്തു. അതിനുശേഷം 9th അതുപോലെ തന്നെ 8th കുട്ടികൾ അവർക്ക് വേണ്ടിയിട്ട് കാർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ തന്നെ ചെയ്ത കാർഡും അതുപോലെ തന്നെ ഫ്ലവേഴ്സും ഒക്കെ കൊടുത്ത് അവരെ വീണ്ടും സ്വാഗതം ചെയ്തു. അപ്പോൾ അവർക്ക് കിട്ടിയ കാർഡും ഫ്ലവേഴ്സൊക്കെ പിടിച്ചിട്ട് അവരിങ്ങനെ ഇരിപ്പുണ്ടേ. അങ്ങനെ അവരെ സ്വാഗതം ചെയ്തതിന് ശേഷം പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ലക്ഷ്മിയും അഭിരാമിയുമായിരുന്നു പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്തത്. ആദ്യം തന്നെ അവരുടെ പഴയ മെമ്മറീസ്, അതായത് മുൻപ് എടുത്തിട്ടുള്ള കുറേ ഫോട്ടോസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എഡിറ്റ് ചെയ്തിട്ട് അത് സോങ്ങൊക്കെ ആഡ് ചെയ്ത് അത് പ്രൊജക്ടറിൽ കാണിക്കുകയാണ് ചെയ്തത്. അതൊക്കെ അവരിങ്ങനെ ആസ്വദിച്ചിരുന്ന് കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് അവിടുത്തെ ആ ഒരു ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് പോയി കണ്ടു. അതിൽ ഫോട്ടോസ് വെച്ചിട്ടുണ്ട്. അതിൽ തന്നെ പഴയ ഓൾഡ് ഫോട്ടോസ് ഉണ്ടായിരുന്നല്ലോ. വീഡിയോയിൽ കണ്ട ഫോട്ടോസ് തന്നെയാണ് അവിടെ ഹാങ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടു. പിന്നെ നമ്മുടെ ഫുഡിങ് ടൈമായിരുന്നു. ഫുഡ് കഴിക്കാനായിട്ട് പോയി. ബിരിയാണിയും ചിക്കനൊക്കെ ആയിരുന്നു. അമ്പാടി അവിടെ നിന്ന് കഴിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ക്യൂവിലാണ്. അങ്ങനെ ക്യൂ നിന്ന് എത്തി. അങ്ങനെ ബിരിയാണിക്കും അച്ചാറിനും പപ്പടത്തിനും പിന്നെ ചിക്കനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ്. അപ്പോൾ വീണ്ടും വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് 2-3 തവിയങ്ങ് ഇട്ടോളാൻ പറഞ്ഞു. പക്ഷേ വീണ്ടും അത് തിരിച്ച് ഞാൻ ഇടിപ്പിച്ച കാരണം ഇത്രയും കഴിക്കത്തില്ലെന്ന് എനിക്കറിയാവുന്നുണ്ട്. തിരിച്ചിടിപ്പിച്ചു. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോവാണ്. അത് 2 പേരും നമ്മുടെ ഡ്രൈവർ മാമന്മാരും അതുപോലെ തന്നെ അത് ആൻറ്റിയാണ് കേട്ടോ. മറ്റത് നമ്മുടെ സാറാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കഴിക്കാനായിട്ട് ഇരുന്നു. എല്ലാവരും അവിടെ തറയിലിരുന്നാണ് കഴിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ കഴിച്ചു. അതിനിടയിൽ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് അവർ കഴിക്കുന്നതൊക്കെ അവരറിയാതെ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഐസ്ക്രീം ഉണ്ടായിരുന്നു കേട്ടോ. ഐസ്ക്രീമൊക്കെ കുടിച്ചു, ഒന്ന് കൂളാക്കിയെടുത്തു. അതിന് ശേഷം നമുക്ക് പ്രോഗ്രാം ഉണ്ടായിരുന്നു. നമുക്കല്ല, കുട്ടികളുടെ തന്നെ ബാക്കി ഡാൻസ് പ്രോഗ്രാം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർക്ക് ഇവിടെ നിന്ന് ആസ്വദിച്ച് കഴിക്കുകയാണ്. അതിൻ്റെ ഇടയിലൂടെ ഞാനൊന്ന് എത്തി നോക്കിയിട്ട് പോയി. അവരാരും അറിഞ്ഞിട്ടില്ല. ഇതിപ്പോൾ അവർ കാണാനിടയാവുകയാണെങ്കിൽ ഗായത്രി എന്നെ വെച്ചേക്കില്ല. അങ്ങനെ അമ്പാടി ഒരു സൈഡിൽ പോയി നിന്ന് ഐസ്ക്രീം കുടിക്കുന്നുണ്ട്. ചുമയാണെങ്കിലും അതൊന്നും കാര്യമാക്കാതെ കഴിക്കുകയാണ്. ഇനി നമുക്ക് 10th കുട്ടികളുടെ ഒരു കുഞ്ഞു വീഡിയോ ഉണ്ടല്ലോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കുട്ടികളുടെ തന്നെ ഡാൻസും അതുപോലെ തന്നെ സോങ്ങും ഗ്രൂപ്പ് സോങ്ങും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ അവർ തന്നെ സ്വന്തമായിട്ട് 10th വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തതാണ്.
2 ദിവസം അല്ല ഒറ്റ ദിവസം കൊണ്ട് അവർ പ്രാക്ടീസൊക്കെ ചെയ്തതാണ്. അപ്പം നന്നായിരുന്നു പ്രോഗ്രാമൊക്കെ. എല്ലാവരും നല്ല രീതിയിൽ ആസ്വദിച്ചു. അങ്ങനെ ഞങ്ങളുടെ പരിപാടിയുടെ അന്തിമഘട്ടത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. അവസാനം കേക്കൊക്കെ കട്ട് ചെയ്തു. അത് 9th-കാർ 10th-കാർക്ക് വേണ്ടിയിട്ട് ചെയ്ത കേക്കായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് അവർ കഴിച്ചു, ഞങ്ങളും കഴിച്ചു. അങ്ങനെ ആ ദിവസം നല്ല രീതിയിലങ്ങ് പോയി. പിന്നെ ഞങ്ങളുടെ ആദ്യത്തെ 10th ബാച്ച് JMUവിൽ നിന്ന് പടിയിറങ്ങുകയാണ്. അപ്പോൾ അവരോടുള്ള കുറച്ച് നിമിഷങ്ങളാണ് ഞാനിവിടെ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ടാറ്റാ.